എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം പാഠഭാഗങ്ങൾ പഠിച്ചിട്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ്. എ പാർട്ട് ക്വസ്റ്റ്യനുകൾക്കാണ് നമുക്ക് സാധാരണ മാർക്കുകൾ നഷ്ടപ്പെടുന്നത്. കാരണം നമുക്ക് ചോദ്യങ്ങൾ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുകയും പെട്ടെന്ന് ഉത്തരം ഓർമ്മയിലേക്ക് വരാതിരിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എ പാർട്ട് ക്വസ്റ്റ്യൻസുകൾ മാത്രം നോക്കിയിട്ട് വരാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ യൂണിറ്റ് 1-ലെയാണ്, മെഡീവൽ ഇന്ത്യ. അതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526? 1526 ആരാണ് മുഗൾ റൂൾ തുടങ്ങിവെച്ചത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ബാബർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. മുഗൾ പീരീഡിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം നമ്മൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് വാർ ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ മുഗൾ എംപയർ ഇൻ ഇന്ത്യ? ഏത് വാറാണ് മുഗൾ ഭരണത്തിന് അടിത്തറയിട്ടത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആണ്. അത് 1526 നടന്നത്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹു റോട്ട് ആൻ ഒബിറ്ററി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എംപറർ അക്ബർ? അതായത് അക്ബറിൻ്റെ മരണശേഷം ആരാണ് അദ്ദേഹത്തിൻ്റെ അനുശോചനക്കുറിപ്പ് എഴുതിയത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം പിയറി ജെറിക് എന്നാണ്. അദ്ദേഹമാണ് അക്ബറിൻ്റെ അനുശോചനക്കുറിപ്പ് എഴുതിയ ആൾ. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയസ് അക്ബർ ക്രിയേറ്റഡ്? അതായത് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അക്ബർ തയ്യാറാക്കിയ മതത്തിൻ്റെ പേര് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ദിൻ ഇലാഹി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ കോർ ഓഫ് ദ വിഷൻ ഓഫ് ദിൻ ഇലാഹി ഈസ് ഡാഷ്? അതായത് ദിൻ ഇലാഹി എന്ന് പറയുന്ന മതത്തിൻ്റെ വിഷൻ, അതിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അതിൻ്റെ ആൻസർ പീസ് ടു ഓൾ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് കോൾഡ് ജസിയ? ജസിയ എന്ന് പറയുന്ന റിലീജിയസ് ടാക്സ്, അതായത് മതപരമായിട്ടുള്ള നികുതി, അത് നിർത്തലാക്കിയത് ആരാണ് എന്ന് ചോദ്യം. അതിൻ്റെ ഉത്തരം അക്ബർ. അടുത്ത എട്ടാമത്തെ ചോദ്യം, ഹു വെയർ പ്രൊമിനൻറ്റ് എമംഗ് ദോസ് ഹു ഹെൽഡ് ഹൈ പൊസിഷൻ ഇൻ റോയൽ കോർട്ട് ഓഫ് എംപറർ അക്ബർ? എംപറർ അക്ബറിൻ്റെ കോർട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൽദാസ് ആൻഡ് ബീർബൽ. അപ്പോൾ ഇവരൊക്കെയാണ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആൾ. അടുത്തായി നയൻത് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് ഡ്യൂറിങ് മുഗൾ പീരീഡ്? മുഗൾ പീരീഡിൽ ഫോറിൻ ഗുഡ്സുകൾ വന്നുകൊണ്ടിരുന്ന ഗേറ്റ് വേ, അതിൻ്റെ വഴി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഗുജറാത്ത് എന്നാണ്. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ഐൻ-കി അക്ബറി ആൻഡ് അക്ബർനാമ? ഐൻ-കി അക്ബറിയും അക്ബർനാമയും, അത് അക്ബറിനെ പറ്റിയുള്ള പുസ്തകങ്ങളാണ്. അത് എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ അബുൽ ഫാസൽ ആണ്. 11ാമത്തെ ചോദ്യം, ഹു ട്രാൻസ്ലേറ്റഡ് മഹാഭാരത ഇൻറ്റു പേർഷ്യൻ ഡ്യൂറിങ് ദ മുഗൾ ഇറ? അതായത് മുഗൾ പീരീഡിൽ മഹാഭാരതം പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അതിൻ്റെ ഉത്തരം ദാരാഷൂക്കാണ്. ദ സൺ ഓഫ് മുഗൾ റൂളർ ഷാജഹാൻ, ഷാജഹാൻ്റെ മകനായിട്ടുള്ള ദാരാഷൂക്കാണ് അങ്ങനെ ചെയ്തിട്ടുള്ള ആൾ. അടുത്ത 12th ക്വസ്റ്റ്യൻ, ഗീവ് എക്സാമ്പിൾ ഫോർ ദ ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് ദ പേർഷ്യൻ സ്റ്റൈൽ ബ്രോഡ് ഹിയർ ബൈ ദ മുഗൾസ്? അതായത് മുഗളന്മാർ ഇവിടെ കൊണ്ടുവന്ന പേർഷ്യൻ സ്റ്റൈലും ഇന്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈലൂടെ ചേർന്നിട്ടുള്ള ഒരു നിർമ്മിതികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ദ താജ്മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട്. അടുത്ത 13th ക്വസ്റ്റ്യൻ, ദ ന്യൂ ലാംഗ്വേജ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജസ്? അതായത് ഹിന്ദി ലാംഗ്വേജും പേർഷ്യൻ ലാംഗ്വേജും കൂടെ ചേർന്ന് രൂപം കൊണ്ട ഒരു പുതിയ ലാംഗ്വേജ് ആണ് ഉറുദു. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ? അക്ബർ ഇംപ്ലിമെൻ്റ് ചെയ്ത മിലിറ്ററി സിസ്റ്റത്തിൻ്റെ പേര് എന്താണെന്ന് ചോദ്യം. അതിൻ്റെ ആൻസർ മൻസബ്ദാരി. അടുത്ത 15th ക്വസ്റ്റ്യൻ, അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഓഫ് മുഗൾ പീരീഡ്? അതായത് മുഗൾ പീരീഡിലെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അത് പുസ്തകത്തിൽ ഒരു ട്രയാങ്കിളായിട്ട് തന്നിട്ടുണ്ട്. അത് സൂബ, സർക്കാർ, പർഗാന, ഗ്രാമ. അപ്പോൾ ഈ ഓർഡറിലാണത്. ആ ഓർഡറായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അടുത്തായി 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ മേജർ സിറ്റീസ് ഓഫ് മുഗൾ പീരീഡ് വെയർ? അതായത് മുഗൾ പീരീഡിലെ പ്രധാനപ്പെട്ട സിറ്റികൾ ഏതൊക്കെ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ധാക്ക,
മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് മേജർ സിറ്റികൾ. അടുത്തതായി 17ാമത്തെ ക്വസ്റ്റ്യൻ, എ ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. അപ്പോൾ മുഗൾ പീരീഡിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്ന ഫ്രഞ്ച് ട്രാവലറാണ്. അപ്പോൾ ഇംഗ്ലീഷ് ട്രാവലറിനെ നമ്മൾ ഉടനെ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് തിരിഞ്ഞു പോയത് ഫ്രഞ്ച് ട്രാവലറിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് ടവർണിയർ എന്നാണ് അതിൻ്റെ ആൻസർ. അതേപോലെ തന്നെ 18th ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്, ആൻ ഇംഗ്ലീഷ് മാൻ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. അതായത് മുഗൾ പീരീഡിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാരാണ്? അതിൻ്റെ ആൻസർ റാൽഫ് ഫിച്ച് ആണ്. അടുത്ത 19th ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ ബുക്ക് ഐൻഗി അക്ബറി. ഐൻഗി അക്ബറി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ അബുൾ ഫാസൽ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20, ഹൂ ഫൗണ്ടഡ് ദ വിജയനഗര. വിജയനഗര സ്ഥാപിച്ചത് ആരാണ്? ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ബൈ ഇൻ 1336 CE ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. അതായത് ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗര സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21, ഹു വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം. വിജയനഗര കിങ്ഡത്തിലെ പ്രധാനപ്പെട്ട രാജാവ് അല്ലെങ്കിൽ പ്രശസ്തനായ രാജാവ് ആരാണ്? കൃഷ്ണദേവരായ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22, ദ റൂയിൻസ് ഓഫ് ഹംപി വാസ് ഡിസ്കവേർഡ് ഇൻ 1800 ബൈ ഡാഷ്. അതായത് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആരാണ്? അതിൻ്റെ ആൻസർ കേണൽ മക്കൻസി ആണ്. അതായത് ഹംപിക്ക് ഒരു പ്രത്യേകതയുണ്ട്, വിജയനഗരയുടെ ക്യാപിറ്റലായിരുന്നത് ഹംപിയാണ്. അപ്പോൾ അതും കൂടെ പഠിച്ചോളുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23, ഹു ഓതേഡ് ദ വർക്ക് അമുക്തമാല്യത ആൻഡ് ജാംബവതി കല്യാണം. അതായത് അമുക്തമാല്യതയും ജാംബവതി കല്യാണവും എഴുതിയത് ആരാണ്? അതിൻ്റെ ആൻസർ കൃഷ്ണദേവരായ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 24, ഡാഷ് വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ വിജയനഗര കിങ്ഡം. വിജയനഗര കിങ്ഡത്തിലെ മിലിറ്ററി സിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? അത് അമരനായക സിസ്റ്റം എന്നാണ് അതിൻ്റെ ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 25, ഇൻ വിജയനഗര പീരീഡ് ലോക്കൽ ട്രേഡേഴ്സ് ഇൻവോൾവ് ഇൻ ഹോഴ്സ് ട്രേഡിംഗ് വെയർ നോൺ ആസ്. അതായത് വിജയനഗര പീരീഡിൽ ലോക്കലായിട്ടുള്ള ആളുകൾ കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു, അവരെ വിളിച്ചിരുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ കുതിരച്ചെട്ടീസ്. അപ്പോൾ ഇത്രയുമാണ് യൂണിറ്റ് 1 എ പാർട്ട് ചോദ്യങ്ങൾ. അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകുന്നത് നല്ലതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് യൂണിറ്റ് 2 നോക്കാം. മെഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫക്ത പോയറ്റ്സ് വെയർ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു നോൺ ആസ് ഡാഷ്. ആൻസർ ആൾവാഴ്സ്. അതായത് വിഷ്ണുവിൻ്റെ ഭക്തരായിട്ടുള്ള ഭക്ത പോയറ്റ്സുകളെ അറിയപ്പെടുന്ന പേര്, അതിൻ്റെ പേര് ആൾവാഴ്സ് എന്നാണ്. ദ ഭക്ത പോയറ്റ്സ് വെയർ ഡിവോട്ടീസ് ഓഫ് ശിവ നോൺ ആസ് നായനാഴ്സ്. അതായത് ശിവഭക്തരായിട്ടുള്ള ഭക്ത പോയറ്റ്സുകളെ അറിയപ്പെടുന്ന പേര് നായനാഴ്സ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. വിഷ്ണുവിൻ്റെ ഭക്തരായിട്ടുള്ള ആളുകളെ അറിയപ്പെടുന്നത് ആൾവാഴ്സ് എന്നും ശിവഭക്തരായിട്ടുള്ളവരെ അറിയപ്പെടുന്നത് നായനാഴ്സ് എന്നുമാണ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ഭക്തി മൂവ്മെൻറ്റ് എമേർജ്ഡ് ആസ് എ പോപ്പുലർ മൂവ്മെൻറ്റ് ഇൻ ഡാഷ്. ഭക്തി മൂവ്മെൻറ്റ് എവിടെയാണ് ഒരു പോപ്പുലർ മൂവ്മെൻ്റ് ആയിട്ട് മാറിയത്? അതിൻ്റെ ആൻസർ തമിഴ്നാടാണ്. അവിടെയാണ് ഇതൊരു പോപ്പുലർ മൂവ്മെൻ്റ് ആയിട്ട് മാറിയത്. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ റൈറ്റിംഗ് ഓഫ് ആൾവാഴ്സ് നോൺ ആസ് ഡാഷ്. അതായത് ആൾവാഴ്സിൻ്റെ റൈറ്റിങ്ങിനെ അറിയപ്പെടുന്ന പേര് 4000 ദിവ്യപ്രബന്ധം. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ റൈറ്റിംഗ്സ് ഓഫ് ദ നായനാഴ്സ് നോൺ ആസ്. നായനാഴ്സിൻ്റെ എഴുത്തുകളെ അറിയപ്പെടുന്നത് തിരുമുറൈകൾ. അടുത്തതായി സിക്സ്ത് ക്വസ്റ്റ്യൻ, പ്രൊമിനൻ്റ് പോയറ്റ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട പോയറ്റ്സുകളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ 2 രീതിയിലാണ്. ഡിവോട്ടീസ് ഓഫ് വിഷ്ണു, അതായത് ആൾവാഴ്സിൻ്റെ പേരുകൾ കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ, ആണ്ടാൾ. അടുത്ത ഡിവോട്ടീസ് ഓഫ് ശിവ, അതായത് നായനാഴ്സ്, അതിലെ പ്രധാനപ്പെട്ട പോയറ്റ്സുകൾ കാരക്കൽ അമ്മയാർ, അപ്പാർ, സമ്മന്താർ, സുന്ദരാർ, മാണിക്യവാസകാർ. അടുത്ത 7th ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആൻഡ് പോയറ്റ് ഹു ലീവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ ദ 12th century. അതായത് 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശയിൽ താമസിച്ചിരുന്ന ഫിലോസഫറും സോഷ്യൽ റിഫോമറുമായിട്ടൊക്കെയുള്ള ആളിൻ്റെ പേര്, അതാണ് ബസവണ്ണ. അടുത്ത 8th ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് ദ സ്പിരിച്വൽ ഫോറം ഫോംഡ് ബൈ ബസവണ്ണ ഇൻ ദ 12th century CE. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ രൂപീകരിച്ച സ്പിരിച്വൽ ഫോറത്തിൻ്റെ പേര് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ അനുഭവ മണ്ഡപം. അടുത്ത 9th ക്വസ്റ്റ്യൻ, വിച്ച് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ. ബസവണ്ണ രൂപീകരിച്ച സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൻ്റെ പേര് വീരശൈവ മൂവ്മെൻറ്റ്. അടുത്ത 10th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മെയിൻ ഐഡിയ ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്. വീരശൈവ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഫ്രീഡം, ഇക്വാലിറ്റി,
ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 11. കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയാസ് ത്രൂ സച്ച് ഹിംസ് നോൺ ആസ് ഡാഷ്. അതായത് കബീർ തൻ്റെ ഐഡിയകളൊക്കെ പ്രചരിപ്പിച്ചിരുന്ന കീർത്തനങ്ങളെ പറയുന്ന പേര് ദോഹാസ്. അടുത്ത 12th ക്വസ്റ്റ്യൻ, ബർത്ത് പ്ലേസ് ഓഫ് ഗുരുനാനാക്ക്. ഗുരുനാനാക്കിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? അത് താൽവണ്ടി ഇൻ ഷേഖ്പുര. അടുത്ത 13th ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ് വിച്ച് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. അതായത് സെൻട്രൽ ഏഷ്യയിൽ രൂപം കൊണ്ട ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ പേര് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ പേര് സൂഫിസം. അടുത്ത 14th ക്വസ്റ്റ്യൻ, ദ സൂഫി മാസ്റ്റർ ഹു കോൾഡ് ഡാഷ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വെയർ കോൾഡ് ഡാഷ്. അതായത് സൂഫി മാസ്റ്റേഴ്സിൻ്റെ പേരും അവരുടെ ഫോളോവേഴ്സിൻ്റെ പേരുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ചോദ്യങ്ങളായിട്ടാണ്. അപ്പോൾ നോക്കാം. ദ സൂഫി മാസ്റ്റേഴ്സിൻ്റെ പേര് എന്ന് പറയുന്നത് പിർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്ന് പറയും. അവരുടെ ഫോളോവേഴ്സിൻ്റെ പേര് എന്ന് പറയുന്നത് മുരുദ്. അടുത്ത 15th ക്വസ്റ്റ്യൻ, ദ ഡാഷ് വെയർ ദ സൂഫീസ് റിസൈഡ്. അതായത് സൂഫികൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്, അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഖാൻഗാസ്. അടുത്ത 16th ക്വസ്റ്റ്യൻ, ഡാഷ് വെയർ ഡിവോഷണൽ സോങ്സ് റെൻഡഡ് ഇൻ സ്പിരിച്വൽ ചാൻഡിങ് സ്റ്റൈൽ കോൾഡ് സമ ഇൻ സൂഫി സെൻറ്റർ. അതായത് സൂഫി സെൻറ്ററുകളിലുള്ള ഭക്തിഗാനങ്ങൾ, അതായത് സമ എന്ന് പറയുന്ന ഒരു ട്യൂണിലാണത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഭക്തിഗാനങ്ങളെ പറയുന്ന പേര് ആൻസർ ഖവാലീസ്. അടുത്ത 17th ക്വസ്റ്റ്യൻ, മേജർ സൂഫി മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ റീജിയൻസ് റിലേറ്റഡ് ടു ദം. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂഫി മാസ്റ്റേഴ്സുകൾ ആരൊക്കെയാണ്, അവരുടെ റീജിയൻ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഷെയ്ഖ് ഷിഹാവുദ്ദീൻ സുഹ്രവർദി സിൽഹറ്റ്, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി, ഖാജ മൊയ്തീൻ ചിസ്തി അജ്മീർ. 18th ക്വസ്റ്റ്യൻ, ഹു വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ഉറുദു ലാംഗ്വേജ്. ഉറുദു ലാംഗ്വേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൈറ്ററിൻ്റെ പേര്? ആൻസർ അമീർ ഖുസ്രു. അപ്പോൾ ഇത്രയുമാണ് യൂണിറ്റ് 2-ലെ പ്രധാനപ്പെട്ട എ പാർട്ട് ചോദ്യങ്ങൾ. അപ്പോൾ ഇത് പഠിച്ചോളുക. ഇതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത യൂണിറ്റ് 3 കോൺസ്റ്റിറ്റ്യൂഷൻ, പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ്സ്. അതിലെ പ്രധാനപ്പെട്ട എ പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് വാസ് ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് എഗനസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിനെതിരെയായിട്ടുള്ള ആദ്യത്തെ മാസ് മൂവ്മെൻറ്റിൻ്റെ പേര്? ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. ആ വർഷം കൂടെ പഠിച്ചോണം. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ മാസ് മൂവ്മെൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം? 1885, 1885. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, നെയിം ദ റീജിയണൽ ഓർഗനൈസേഷൻ ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ എഗനസ്റ്റ് ഫോറിൻ ഡൊമിനേഷൻ. അതായത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് പല സംസ്ഥാനങ്ങളിലായിട്ട് രൂപം കൊണ്ട റീജിയണൽ ഓർഗനൈസേഷനുകളുടെ പേരുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. അത് 3 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. അടുത്ത 4th ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുതൊട്ടാണ് നിലവിൽ വന്നത് എന്നാണ്? 26th January 1950. അടുത്ത 5th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലോ ഫോർ 2.5 years ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം 2.5 വർഷം നമ്മൾ ഏത് നിയമമാണ് അല്ലെങ്കിൽ ഏത് ഭരണഘടനയാണ് ഫോളോ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് വേറൊരു ചോദ്യം കൂടിയുണ്ട്. വാട്ട് വാസ് ദ ആക്ട് വി ഫോളോ അൺടിൽ ഇന്ത്യ ബിക്കം റിപ്പബ്ലിക്. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നിടം വരെ നമ്മൾ ഏത് റൂളുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എൻ്റെ പേര് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1935. അടുത്ത 6th ക്വസ്റ്റ്യൻ, വിച്ച് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 ടു ഡിസ്കസ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ. അതായത് ഇന്ത്യയുടെ അധികാരം കൈമാറുന്നതിനെ പറ്റി ചർച്ച നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മിഷൻ്റെ പേര്? അതിൻ്റെ പേരാണ് ദ ക്യാബിനറ്റ് മിഷൻ. അടുത്ത 7th ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയും സൈൻ ചെയ്യുകയും ചെയ്ത ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്? 26th November 1949. അടുത്തത് 8th ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളുക. ഹു വാസ് ദ എലക്റ്റഡ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ചെയർമാൻ, ഇലക്റ്റഡ് ആയിട്ടുള്ള ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറും
കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. അപ്പോൾ അത് തിരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം. അടുത്തത് 10th ക്വസ്റ്റ്യൻ, ദ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശില്പി, നമ്മുടെ ഭരണഘടനയുടെ ശില്പി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത 11th ക്വസ്റ്റ്യൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിക്കുകയും സൈൻ ചെയ്യുകയും ചെയ്ത ദിവസം, അത് 26 നവംബർ 1949. അടുത്ത 12th ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. അടുത്തതായി 13th ക്വസ്റ്റ്യൻ, ഹൗ മെനി പാർട്സ്, ആർട്ടിക്കിൾ ആൻഡ് ഷെഡ്യൂൾസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഡ് വെൻ ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ അതിന് എത്ര പാർട്ടുകളും എത്ര ആർട്ടിക്കിളുകളും എത്ര ഷെഡ്യൂളുകളും ഉണ്ട് എന്നാണ് ചോദ്യം. അതിന് 22 പാർട്സ്, 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾസ്. അടുത്ത 14th ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ നേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ഫണ്ടമെൻ്റൽ ലോ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫണ്ടമെൻ്റൽ ലോ ഓഫ് അവർ നേഷൻ. അടുത്ത 15th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ്. കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണ്? അത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. 3 നമ്മൾ പഠിച്ചു വെക്കുക. 3 നമുക്ക് പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം 16th ക്വസ്റ്റ്യൻ, ഓഫീസേഴ്സ് ഹാൻഡ്ലിംഗ് പോക്സോ കേസസ് ആർ നോൺ ആസ്. അതായത് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസർമാരുടെ പേര് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ്, CWPO. അടുത്ത 17th ക്വസ്റ്റ്യൻ, വിച്ച് ഐഡിയാസ് വെയർ ന്യൂലി ആഡഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1976. അതായത് 1976 എന്തൊക്കെയാണ് പുതിയതായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്? അത് സോഷ്യലിസം, സെക്യുലറിസം, ഇൻ്റഗ്രിറ്റി. അടുത്ത 18th ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്. 26 ജനുവരി 1950. അടുത്തത്, വാട്ട് വാസ് ദ ഫസ്റ്റ് അമെൻമെൻറ്റ് മെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ വിച്ച് ഇയർ. അതായത് ആദ്യത്തെ അമെൻമെൻറ്റ് എന്നാണ് നടത്തിയത്, അത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അത് അമെൻമെൻറ്റ് 1 1951. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ്ഡ് ടു 9. അതായത് ഷെഡ്യൂളുകളുടെ എണ്ണം 8 നിന്നും 9 മാറ്റി. അടുത്ത 20ാമത്തെ ചോദ്യം, ഹൗ ലോങ് ഡിഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമെയിൻസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ. അതായത് പ്രോപ്പർട്ടി നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് എന്നുവരെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടിൽ 1978, 1978 വരെയാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21, ഈസ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ സിൻസ് വെൻ. അതായത് വിദ്യാഭ്യാസം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ ഇന്ത്യയിൽ? ആണെങ്കിൽ എന്ന് മുതൽ? അതാണ് ചോദ്യം. യെസ് എന്നാണ് അതിൻ്റെ ആൻസർ. ഇന്ത്യയിൽ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. 2002 എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അതായത് 2002 മുതൽ എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അടുത്തായി ക്വസ്റ്റ്യൻ നമ്പർ 22, എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് മാറിയത്? അത് അമെൻമെൻറ്റ് 86. അടുത്തായി ക്വസ്റ്റ്യൻ നമ്പർ 23, ഹൗ മെനി ടൈംസ് ഹാസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബീൻ അമെൻഡഡ് സോ ഫാർ. അതായത് ഇതുവരെ എത്ര വട്ടം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ടുണ്ട്? അത് 106 ആണ്. 106 വട്ടമാണ് ഇതുവരെ അമെൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24, വാട്ട് വാസ് ദ 101 അമെൻമെൻറ്റ് മെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ വിച്ച് ഇയർ. അതായത് 101ാമത്തെ അമെൻമെൻറ്റ് ഏതാണ്? അത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. 2016 അത് അമെൻഡ് ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ യൂണിറ്റ് 3 ചോദ്യങ്ങൾ. അത് നിർബന്ധമായിട്ടും പഠിച്ചോളുക. ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തായി യൂണിറ്റ് 4 ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ് ആണ്. അതിന് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ എ പാർട്ടായിട്ടുള്ളത്. അത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹു പ്രീച്ച്ഡ് ദ മെസ്സേജ് എൻലൈറ്റ്മെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ. അതായത് എൻലൈറ്റ്മെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളതാണ്. ആ മെസ്സേജ് നൽകിയത് ആരാണ്? അതിൻ്റെ ആൻസർ ശ്രീനാരായണ ഗുരു. അടുത്തത്, റൈറ്റ് ഡൗൺ ദ ആർട്ടിക്കിൾ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ടു ദ ഫോളോയിങ്. താഴെ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് എന്നെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരൻറ്റീസ് ഇക്വാലിറ്റി ടു ഓൾ സിറ്റിസൺസ്. എല്ലാ സിറ്റിസൺസിനും, എല്ലാ പൗരന്മാർക്കും ഇക്വാലിറ്റി ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? എൻ്റെ ആൻസർ ആർട്ടിക്കിൾ 14. തേർഡ് ക്വസ്റ്റ്യൻ, നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. അതായത് നമ്മുടെ മതത്തിൻ്റെയും വർഗത്തിൻ്റെയും
നമ്മുടെ ലിംഗത്തിൻ്റെയും ജന്മസ്ഥലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം. അത് ആർട്ടിക്കിൾ 15. അപ്പോൾ ഇത്രയുമാണ് 4th യൂണിറ്റിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാവുന്ന എ പാർട്ട് ചോദ്യങ്ങൾ. അപ്പോൾ ഇതും കൂടെ പഠിച്ചു വെച്ചോളുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പഠിച്ചുകൊണ്ട് തന്നെ പരീക്ഷകൾക്ക് പോവുക. എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.